ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം. മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം. പക്ഷെ വ്യാജനെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അതിന് വഴിയുണ്ട്. എന്ത് വഴി? കള്ളന്മാരുടെ കൂട്ടത്തിൽ പെരുങ്കള്ളനാകുക. സാറേ, ഈ ബാൻഡേജ് മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ് ഈ തൊപ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാ ഉണ്ടല്ലോ, സാറിനെ കണ്ടു കഴിഞ്ഞ ഇൻസ്പെക്ടർ ബൽറാമിനെ പോലെ ഇരിക്കും. മണ്ടത്തരം പറയാതടാ. തൊപ്പി വെച്ച് എന്നെ മറ്റുള്ളവർ തിരിച്ചറിയില്ലേ? സോറി സാർ, പക്ഷേ സാറിനെ ഞാനെങ്ങനെ തിരിച്ചറിയും? അതിപ്പോ ഈ ലാത്തിയിൽ നീ ബാൻഡേജ് ചുറ്റിക്കും. എന്റെ ലാത്തി കണ്ടാ നിനക്ക് തിരിച്ചറിയാല. പിന്നെ സാറിന്റെ ലാത്തി കണ്ടപ്പോ എനിക്ക് തിരിച്ചറിയാൻ മേലെ ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തിയാണോ സാറേ? ചുറ്റിക്കോ, നന്നായിട്ട് ചുറ്റിക്കോ. ഒരു ഈച്ച പോലും കണ്ട എന്നെ മനസ്സിലാക്കരുത്. സാറേ, ഞാൻ ഇനി എല്ലാരും അകത്തേക്ക് വിളിക്കാൻ പോവാണേ. ഇനി എല്ലാരും അകത്തേക്ക് പോരെ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മൂക്കിപ്പൊടി. ഞാൻ ഈ മൂക്കിപ്പൊടി ഈ നിരന്ന് കിടക്കുന്ന 4 പേരുടെ മൂക്കിലോട്ട് വെതറാൻ പോവുകയാണ്. ഇത് വെതറുമ്പോ ഒരുമാതിരിപ്പെട്ടവനൊക്കെ തുമ്മുമല്ലോ. ഇനി അഥവാ ഒരാള് തുമ്മിയില്ലെങ്കിൽ അവൻ ഒരുപാട് അവശനായിരിക്കും. ദാറ്റ് മീൻസ് അവനാണ് യഥാർത്ഥ വരൻ. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഭഗവാനെ, തുമ്മി പണ്ടാരടക്കേക്കണേ. മൂക്കുപൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേക്ക, നല്ല എഫക്റ്റ് ആയിരിക്കും. 2 ടീസ്പൂൺ. ഇവിടെ കുറച്ച് കൂടുതൽ മൂക്കിപ്പൊടി പറഞ്ഞു കണ്ണു പൊത്തിക്കാം. തുമ്മാതെ കിടക്കുന്ന അവനുണ്ടല്ലോ, അവനാടാ എന്റെ മകൻ മണിയപ്പൻ. അവനെ പൊക്കിക്കൊണ്ട് പോടാ മണ്ഡപത്തിലേക്ക്. ആ അടുക്കള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലെടുത്തോ. ഇനി നമ്മുടെ ആളുടെ മോനെയാണ് എടുത്തോട്ട് പോകുന്നത്. വഴിയിൽ വെച്ച് തടയുന്നതായിരിക്കും ബുദ്ധി. എടാ മണിയപ്പ, എന്നെ ഞാനങ്ങനെ വിടില്ല. കൂട്ടുകാരെ പോകുന്ന കുട്ടണത്തില് എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ നേരത്തെ വന്ന ആയി നല്ല ചെറു ചൂട് പായസം കൊള്ളാല. ഏലക്കാട് രുചി കൂടിപ്പോയി. മധുരമുണ്ട്. ചേട്ടാ, ഒരു കഷ്ണം സോപ്പ് കിടത്തേട്ടാ. കുറെ കാലമായി പായസത്തിൽ കുളിച്ചിട്ട്. എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ എവിടെ കുളിക്കും. എത്രയും പെട്ടെന്ന് മണ്ഡപത്തി എത്തണം. ഈ വണ്ടി തന്നെ കയറാം. നല്ല ചൂട് പായസം. കുട്ടപ്പ, നമ്മുടെ മണിയപ്പൻ ചേട്ടൻ തറയിൽ വെയിറ്റ് ചെയ്ത് കിടക്കണം. ചേട്ടാ, കല്യാണ മണ്ഡപത്തിലേക്ക് എടുത്തോണ്ട് പോകാനായിട്ട് പാടാ. എന്റെ ചെരുപ്പന്തിയെ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം. ആരെങ്കിലും കവർ മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുപോടാ. ഏതാടാ വഴി? സാമ്പാറ് കലത്തിന്റെ അടപ്പാടാ. അവിടെ കിടന്ന് ചാവ് മണിയപ്പ. എടാ കൃഷ്ണ, എത്ര പെട്ടെന്ന് പോയി താലി കെട്ടടാ. ഈ പന്നീനെ ഞാൻ നോക്കിക്കോളാം. സൂക്ഷിച്ച് പഠിക്ക. അവിടെ വെക്ക. ഇവൻ നാട് വിട്ട് വന്നിട്ടെന്നെ ഇരുമ്പാണോ തിന്ന്? എന്ത് കനവാ. എടാ, അതിരിക്കട്ടെ, നമ്മുടെ അപ്പനെവിടെ? അതാ പണ്ടാരിക്കിട്ട് പണി കൊടുക്കാൻ പോയിണ്ട്. ആണാ? അച്ഛൻ ഇനി എത്തിയിട്ടില്ല. അച്ഛൻ വന്നില്ലേ? ഞാൻ പോവാ ഇവിടുന്ന്. അച്ഛൻ
ഭാര്യയും കുട്ടികളാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനൊരു നിത്യബ്രഹ്മചാരിയാ. ക്ഷമിച്ചനുഗ്രഹിക്കണോ അച്ഛ? മോളെ, ഈശ്വരൻ നമ്പൂരി, അനുഗ്രഹം വേണ്ടത് എന്റെയല്ല, അവിടുത്തെയാ. എത്ര കാലം ചെറുകിരടിയിൽ ഒളിപ്പിച്ചു വെക്ക. ഒടുവില് മോള് സ്വന്തം ചോരെ തിരിച്ചറിഞ്ഞല്ലേ? പ്രകൃതി നിയമാത്. അതെ ശാലു, കുറച്ചു കാലത്തേക്ക് വെറുതെയെങ്കിലും നീ ഈ മനുഷ്യനെ അച്ഛാന്ന് വിളിച്ചില്ലേ? വെറുതെയോ? എന്താ കൃഷ്ണ ഇത്? ഒരുപാട് പറയാനുണ്ട് സാർ. എന്ത്? സന്തോഷായി, എനിക്ക് സന്തോഷായി. ഉപേക്ഷിക്കല്ല മോളെ, ഏൽപ്പിക്കുകയാണ് സുരക്ഷിതമായ കൈകളിൽ. എന്റെ ചുമതല കഴിഞ്ഞു കുട്ടി. ഇനി നിന്നിൽ എനിക്ക് അവകാശമില്ല. നിന്റെ അച്ഛനാണ് ഇനി. അറിയാവുന്ന ഒരു അച്ഛനെ എനിക്കുള്ളൂ. എന്നെ ആദ്യമായി കൈപിടിച്ച് നടത്തിയ, പഠിക്കുന്ന കാലത്ത് ഉറക്കമൊഴിച്ച് കാവലിരുന്ന, അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ സ്നേഹം വാത്സല്യം മാറിക്കോരി തന്ന എന്റെ സ്വന്തം അച്ഛൻ. പോവാ. എന്തൊരു ഇരിപ്പായത്! 3/4 മണിക്കൂറെങ്കിലും ഓട്ടം ഉണ്ട് എയർപോർട്ടിലേക്ക്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ? ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഡോക്ടർമാർ വന്ന് കാത്തിരിക്കുക. എന്റെ ഡോക്ടറെ, ഞാൻ എങ്ങോട്ടും ഇല്ല. ഇങ്ങനെ പോകുന്നിടത്തോളം പോട്ടെ. എന്റെ കൃഷ്ണ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. സമയമില്ല, ഫ്ലൈറ്റ് ഇപ്പോഴങ്ങ് പോവും. സർ, നോ, കൃഷ്ണനോട് ഒരു കാര്യം പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇത്രയും കാലം വിഡ്ഢിവേഷം കെട്ടി എല്ലാവരും കൂടി എന്നെ കളിപ്പിച്ചില്ലേ? മതിയായി. ഇനി കൃഷ്ണന്റെ സേവനം എനിക്ക് ആവശ്യമില്ല. കൃഷ്ണന്റെ മാത്രമല്ല, ആരുടെയും. അത് പറയാനും കൂടി തന്നെയാണ് സർ ഞാൻ വന്നത്. ഞാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ അങ്ങേക്ക് തന്ന വാക്ക് അതെനിക്ക് പാലിക്കണം. ബലമായി പിടിച്ചുകൊണ്ട് വന്നതല്ല, പൂർണ്ണ മനസ്സോടെ വളർത്തച്ഛന്റെ അനുഗ്രഹവും വാങ്ങി. സാർ, കൃഷ്ണന്റെ ജോലി കഴിഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ. കൃഷ്ണൻ നിന്നേ. വിലപ്പെട്ടതൊന്ന് ഇവിടെ വിട്ടേച്ചു പോവാണെന്ന് എനിക്കറിയാം. പോകാൻ വരട്ടെ. ഇനി പോയാൽ ബാംഗ്ലൂർ ഫ്ലൈറ്റ് കിട്ടുമോ ഡോക്ടർ? ശ്രമിക്കാം. എന്നാ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ തൂക്കിയെടുത്ത വണ്ടിയിലേക്ക് വെക്ക്. കൃഷ്ണ, വേട്ടെ. ഈശ്വരാനുഗ്രഹം കൊണ്ട് സുഖമായിട്ട് ഞാനിങ്ങ് തിരിച്ചെത്തും. ഇവിടെ കാണണം രണ്ടുപേരും. വണ്ടി വിട്ടോടാ, വേട്ടെ. ഫ്ലൈറ്റ് മിസ് ചെയ്യരുതേ ഭഗവാനെ.
ഉണ്ണികൃഷ്ണ